അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സൽവ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിദായത്ത് സ്റ്റോറി അല്ലേ. ഞാനിന്ന് ഗ്രൂപ്പുകളിൽ ഒന്ന് നോക്കിയ സമയത്ത് എൻ്റെ ഗ്രൂപ്പിലേക്കൊരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോയി ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ. ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം. എരഞ്ഞിപ്പാലത്ത് പെൺകുട്ടി ആൺ സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ. എന്താലേ പഠിച്ചോനെ, അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. സത്യം പറഞ്ഞാൽ സീനത്തിൻ്റെ ആ സ്റ്റോറിയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങളോട് കൂടി അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. എത്രമാത്രം ഉമ്മയും ഉപ്പയും പ്രതീക്ഷയോടെ ആയിരിക്കും ആ കുട്ടിയെ വളർത്തിയിരിക്കുക. അത് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി എൻ്റെ കൂടെ ജീവിച്ച് ഒരു പക്ഷേ 2 ദിവസം തിരക്കുണ്ടാവില്ല, 3-ാമത്തെ ദിവസം അവളുടെ ആഭരണങ്ങളായിട്ടും അല്ലെങ്കിൽ മറ്റു വല്ലതൊക്കെ ആവശ്യപ്പെട്ട് ആ ഒരു സ്ഥിതിയിലായിട്ട് അവളെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ജീവനെടുക്കൂലല്ലോ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺകുട്ടികളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഞാൻ സ്റ്റോറികൾ പറയുമ്പോൾ പലരും പറയും ഇതെല്ലാം നുണക്കഥകളല്ലേ, കെട്ടിച്ചമക്കുന്നതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ പലരുടെയും ജീവിത കഥകളാണ് ഞാൻ ഇതിലൂടെയൊക്കെ പറയുന്നത്. പേരുകളിലൊക്കെ മാറ്റം വരുത്തി ഞാൻ കണ്ട ആ രംഗം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച ഹൃദയം പൊട്ടിക്കുന്ന കാഴ്ചയാണ്. പെറ്റ ഉമ്മയെയും ഉപ്പയെയും ഇട്ടെറിഞ്ഞ് മറ്റൊരു അന്യമതസ്ഥൻ്റെ കൂടെ അവൾ പോയി എന്ന് മാത്രമല്ല, അവൾക്കിപ്പോൾ 2 മക്കളാണ്. 2, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. എന്നാൽ ആ കുട്ടികളുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും. കാരണം അവരുടെ ഉമ്മയുടെ ഉപ്പ ഒരു ഉസ്താദാണ്, ഒരു മുസ്ലിയാരാണ്. പള്ളിയിലൊക്കെ ബാങ്ക് കൊടുക്കുന്ന ഇമാമ് നിൽക്കുന്ന ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ മകളെ കുട്ടിയാണ് ഈ കാണുന്നത്. മകളാണ് പോയത്. മകൾക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞു. പെണ്ണിന് മാനസികമരയായി. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ ഇപ്പോഴും ആ നിലയിൽ കാണുമ്പോൾ, വലിയ സിന്ദൂരൊക്കെ തൊട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സ് വല്ലാതെ പിടച്ച് പോകും. അല്ലാ റബ്ബേ, അങ്ങനൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും അത് കാണുവാനുള്ള അവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നല്ല രീതിയിൽ മദ്രസ +2 വരെ പഠിച്ച്, സ്കൂള് പഠിച്ച്, അങ്ങനെ എല്ലാ രീതിയിലും മതപഠനം ഒക്കനൊക്കെ കുത്തി നല്ല രീതിയിൽ ജീവിച്ചിരുന്ന പെൺകുട്ടികൾ നിമിഷങ്ങൾക്കും കൊണ്ട് ആളാകെ മാറിപ്പോവുക. എന്താലേ അവസ്ഥ. എന്നിട്ട് ഹിന്ദുവിനെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് അങ്ങനെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊന്നും ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും, ഒന്നുമല്ലെങ്കിൽ ജീവനെടുക്കും. അതേ അവസ്ഥയായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ കുട്ടിയുടെ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് അതിന് തോന്നി, റബ്ബേ എന്തിനാ റബ്ബേ ഇവരിങ്ങനെ ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്കൊക്കെ മക്കളുണ്ട്, എല്ലാവർക്കും പേരക്കുട്ടികളുണ്ട്, അനിയത്തിമാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്. എന്തിന് മക്കൾ ഉള്ള ഭർത്താവിൻ്റെ അരികിൽ നിന്ന് പോകണ എത്ര ആളുകൾ മക്കളുള്ളവർ അല്ലേ. ഹിന്ദു യുവാവിൻ്റെ കൂടെ മക്കളെ വീട്ടിലുപേക്ഷിച്ച് പോയി. കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ അയൽവാസികൾ വന്നു നോക്കിയപ്പോൾ ഞങ്ങൾ ഉമ്മ എവിടെ ഞങ്ങൾ ഉമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പിഞ്ചു മക്കൾ. എന്നാൽ യഥാർത്ഥ സത്യം അറിഞ്ഞപ്പോഴേക്കും തകർന്നു പോയി. അപ്പുറത്തുള്ള ഒരു അമുസ്ലിം സഹോദരനെയും കാണുന്നില്ല. എന്തായാലും അവസ്ഥ. ഈ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് അല്ലേ. അപ്പോൾ എന്താണ്, ഇതറിഞ്ഞ ഭർത്താവിനെ അറിയിക്കാതിരിക്കില്ലല്ലോ, പിഞ്ചു മക്കളല്ലേ. കുടുംബങ്ങൾ അറിയിച്ചു. ആ നിമിഷം തന്നെ ആ ഭാര്യയെ ഒഴിവാക്കി എന്നുള്ള നോട്ടീസ് അയക്കുകയാണ്. എന്തായാലേ. പക്ഷേ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇവളും ഇയാളും കൂടെ ഒരു ക്വാർട്ടേഴ്സിൽ ജീവിക്കുന്നുണ്ട്. ഒരു 15 ദിവസം ഓക്കെ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിന് പണമില്ലാതായി. ഇവളുടെ സ്വർണ്ണങ്ങൾ ഓരോന്നായി എടുത്തു കഴിഞ്ഞു. ഒടുവിൽ അവളെ, നീ ഇനി പോയിക്കോ നിൻ്റെ വീട്ടിലേക്ക്, എനിക്ക് നിന്നെ പോറ്റാനാവില്ല എന്നുള്ള അയാളുടെ ഒരു വാക്ക് കേട്ട് ശരിക്കും അവൾ ഞെട്ടുപോയി. അവൾ പറഞ്ഞു, ഞാൻ ജീവനെടുക്കാം, എനിക്ക് കഴിയൂല നിൻ്റെ വീട്ടിലേക്ക്. പക്ഷേ അവൾ എന്തായാലും തിരിച്ചെന്നു. അവളെ വീട്ടിലേക്കല്ല, അവളെ സ്വന്തം വീട്ടിലേക്ക്, ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ പറഞ്ഞു, മോളെ എന്തിനാ ഈ അങ്ങനെ ചെയ്തത്, ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ നിന്ന് നിൽക്കണ്ട. എല്ലാവരും ഒഴിവാക്കി. അപ്പോഴേക്കും ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ അപ്പോഴേക്കും അയാൾ വേറൊരു കല്യാണം കഴിച്ചു. തൻ്റെ മക്കളെ നോക്കണ്ടേ. അവൾ അനാഥമായി എന്ന് മാത്രമല്ല, അവൾ പക്ഷേ ജോലി ചെയ്യാതെ ജീവിക്കാൻ നല്ല സുഖമായിരുന്നു. പാവപ്പെട്ട വീടാണ്. പക്ഷേ ഇവളെ കൂടി തീറ്റിപ്പോറ്റാനുള്ള സാമ്പത്തികമില്ല. ഇവൾക്ക് നല്ല സുഖമായിരുന്നു. ഭർത്താവ് ഗൾഫിൽ ഇഷ്ടം പോലെ ക്യാഷ് അയക്കുക, എല്ലാം കൊണ്ട് നല്ല അടിപൊളി സുഖകരമായ ജീവിതം. അതൊക്കെ മറന്ന് അവൻ്റെ കൂടെ അവൾ പോയില്ലേ.
ആ എന്തൊക്കെ തന്നെയായാലും അവൾ അനാഥമായി. പിന്നീട് അവൾ ഇവിടെ അഭയകേന്ദ്രത്തിൽ ചേർന്ന് അവിടെ എന്താ പണിയെടുത്തൊക്കെ ജീവിക്കണം. സ്വന്തം മക്കളെ കാണുവാൻ പോലും അവൾക്കിപ്പോൾ കഴിയണില്ല. എന്താലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇന്നും അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടോ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വിഷമിച്ചു. എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം അല്ലേ. സീനത്ത് കരഞ്ഞിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, മോളെ എന്താടി നിനക്ക് എന്തിൻ്റെ കേടാ? ഉമ്മ എന്ത് വന്നാലും വേണ്ടില്ല, എനിക്ക് ആ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കണം. എനിക്കിഷ്ടമല്ല പർദ്ദ ധരിച്ച് ജീവിക്കണം എന്നും എന്നെക്കൊണ്ട് കഴിയൂല. ഞങ്ങളോട് അപ്പോഴേ പറഞ്ഞല്ലോ വേണ്ടാന്നുള്ളത്. നിങ്ങളതിനെ നിർബന്ധിച്ച് എന്നെ. പൊന്നു മോളെ നീ എന്താടി പറയുന്നത്? ഉസ്താദായാലും ആഖിറത്തിലും ദുനിയാവിലും ഒരുപോലെ ഗുണമുള്ളതാണ് മോളെ. നീ ഉസ്താദുമാരെ ഭാര്യമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരെന്തൊരു നല്ല, അവർക്കൊന്നും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് അവർ പഠിച്ചവരാണ്, അറിവുള്ളവരാണ്. എത്ര കുറഞ്ഞ ശമ്പളവും കാര്യങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിന് ഒരു പവിത്രത ഉണ്ടാകും മോളെ, ഒരു ബർക്കത്ത് ഉണ്ടാകും. ഖുർആൻ പഠിപ്പിക്കല്ലേ എൻ്റെ പൊന്നു മോളെ. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടൂല കേട്ടോ, അത് മറക്കണ്ട. പിന്നെ ആ ഉസ്താദിൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. എനിക്ക് കേൾക്കണ്ട ഉസ്താദിൻ്റെ കുഞ്ഞ്, ഏത് നിമിഷവും അതന്നെ. മോളെ അങ്ങനെ പറയരുത്, പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട്. എന്നോട് നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് താല്പര്യമില്ല. പിന്നെന്താ അങ്ങോട്ട് പോണില്ലേ? പോകണമെങ്കിൽ പോകാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പോവാം. പക്ഷേ എനിക്ക് ആ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കണം എനിക്ക് ഇഷ്ടമൊന്നുമില്ല. എന്തിനാണ് നിങ്ങളെ വെറുതെ ഇങ്ങനെ നിർബന്ധിക്കുന്നതിനും വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടമില്ലാത്തതിനും വേണ്ടിയിട്ട്? എന്താ മോളെ ഞാനും ഓനും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് താല്പര്യമില്ല. എനിക്കങ്ങനെ ഉസ്താദുമാരും അങ്ങനെ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. പൊന്നു മോളെ, എന്തിനാ മോളെ ഹിദായത്ത് നഷ്ടപ്പെടുത്തുന്നത്? ഹിദായത്ത് അവനെനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഇവിടെ ജീവിക്കാം. അതിപ്പോൾ ഓരോ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. പൊന്നു മോളെ അങ്ങനെ പറയല്ലോ മോളെ. നല്ലൊരു ഹയറായ സോലിഹായ ഭർത്താവിനാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. അത് നീ മറക്കരുത് കേട്ടോ. നീ ഖേദിക്കും പിന്നീട്. ഒന്ന് പോയി തരുമോ? അവൾ ആ രാത്രിയിൽ തീരെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രാജേഷിൻ്റെ കൂടെ ജീവിക്കണം, അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ അവൾ ആ ഫോണിലേക്ക് തന്നെ ആ രാത്രി നോക്കിക്കൊണ്ടിരുന്നു, അവൻ്റെ മെസ്സേജുകൾ കാത്ത്. പിറ്റേന്ന് അവൾ കോളേജിലേക്ക് പോകുകയാണ്. മോളെ നീ പോവുകയാണോ? പിന്നെന്താ ഉമ്മ, കോളേജിൽ പോകണ്ടേ എനിക്ക്? നിന്നോട് ഇക്കാക്ക പറഞ്ഞില്ലേ പോകണ്ടെന്നുള്ളത്. ഇക്കാക്കൊക്കെ അത് പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അല്ലാതെ ഇവിടെ നിന്ന് എനിക്കെൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവോ? ഏത് ഇക്കാക്കയല്ല, ഞാൻ പരാതി കൊടുക്കും നിങ്ങൾക്കൊക്കെ എതിരായിട്ട് പോലീസിൽ. എന്നെ പഠിക്കാൻ സമ്മതിക്കാത്തത് ഞാനെന്താ 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയല്ലേ? എനിക്കെന്താ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ? എന്നെ തടയാൻ വന്നാലേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നെ പീഡിപ്പിച്ചു എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ ഇക്കാക്കയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുക, മറക്കണ്ട. മോളെ എന്തിനാടി ഇങ്ങനെ ഈ ചതിക്ക് നീ ചെയ്യണത്? ഒന്നുമില്ലെങ്കിൽ അന്നയം വേണ്ട എന്ന് ഈ പെറ്റ കണക്ക് ഞാൻ പറയും. 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചു. പിന്നെ എന്താ നിങ്ങളും അങ്ങനെ തന്നെയല്ല ഉണ്ടായത്? അല്ലാതെ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടില്ലല്ലോ ഒറ്റയ്ക്ക്. എപ്പോഴും ആ ഒരു കണക്ക് പറയല്ല. 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ടി നിങ്ങൾ ഏറ്റി നടക്കണം എന്നാണ് പറയുന്നത്? എപ്പോഴും എല്ലാവർക്കും ഒരു ഡയലോഗ് പറയാനുള്ളത് അതാണ്. അല്ലാതെ ഒരു മകളുടെ ഇഷ്ടം നോക്കല്ല വേണ്ടത്. മോളെ നോക്കിക്കടി, അനുഭവിക്കൂ. എൻ്റെ കണ്ണീരാണ് സത്യം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ? കണ്ടൂടാ. അന്നിപ്പോൾ നിങ്ങളെ ഞാൻ വീട്ടിൽ കൊടുന്ന് ആ തള്ളനെ ചീത്തറിയിപ്പിച്ചതൊക്കെ ഇതിനും വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കിൽ എൻ്റെ ഭാഗത്തുണ്ടാവും. മോളെ ഹിദായത്ത് വിട്ട് നീ കളിക്കരുത് കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, ഞാൻ പോവാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാനേ ഞാനില്ല. അവളതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. മോളെ പോവുകയാണോ? പിന്നെ എന്തെങ്കിലും ക്ലാസ്സിനൊന്നും പോകണ്ടേ? എന്താന്നില്ലേ. അന്ന് അവൾ ഉമ്മയോട് തർക്കത്വം പറഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾ അപ്പോൾ തന്നെ രാജേഷിനെ വിളിക്കുമായിരുന്നു. അതെ ഏട്ടാ, എവിടെ നിങ്ങൾ? എവിടെ വേണ നീ ഇറങ്ങിയോ? ഞാനറിയാം. എവിടെയും നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എനിക്ക്. ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെയും പറ്റില്ല, സ്വന്തം വീട്ടിലും പറ്റില്ല. അതിനെന്താ വേണേ നീ അങ്ങനെ? അതിനല്ലേ ഞാനുണ്ടല്ലോ നിനക്ക്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് ഉപേക്ഷിച്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം നിനക്കിത് ടെൻഷൻ. അതേ നടക്കുള്ളൂ. അന്ന് അവൾ ക്ലാസ്സിലേക്ക് പോയില്ല. അതെ, അവരൊന്ന് അവിടെ ഇവിടെയൊക്കെ നടക്കുകയായിരുന്നു. എന്താ നമുക്ക് ഒന്ന് ട്രെയിന് കയറി രക്ഷപ്പെട്ടാലോ ഇവിടുന്ന്? അല്ലെങ്കിൽ ഇവിടെ ഇവർ നമ്മളെങ്ങനെയെങ്കിലൊക്കെ വളഞ്ഞിട്ട് പിടിക്കും, ഉറപ്പുണ്ട്. എന്തൊക്കെ തന്നെയായാലും ആളുകളല്ലേ, പോലീസുകാരെ വരെ തോൽപ്പിക്കും ഇവർ. തൽക്കാലം നമുക്ക്
ട്രെയിന് കയറാം, ആരും അറിയണ്ട. അങ്ങനെ അതാ അന്ന് അവളും രാജേഷും ട്രെയിന് കയറുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ മകളെ കാണുന്നില്ല. ഉമ്മ നോക്കി നിൽക്കുകയാണ്. എവിടെ റബ്ബേ കുട്ടി, കാണുന്നില്ലല്ലോ, എത്ര സമയമായിട്ടും, വരുന്ന നേരമായല്ലോ. അപ്പോൾ തന്നെ അതാ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കുന്നു. അതെ, സീനത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നോ? ഇല്ലല്ലോ, ഓൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, ഓൾ അവിടെ നിന്നല്ലേ പോയത്, അപ്പം അങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക. ആ ആയിക്കോട്ടെ, ഇതുവരെ എത്തിയിട്ടില്ലേ? പഠിച്ചോനെ, ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ബേജാറായി. എൻ്റെ റബ്ബേ, എനിക്കറിയുന്നില്ല എന്താ റബ്ബേ പറ്റിയത്. അവളുടെ ഫോണിലേക്ക് വിളിച്ചു, പക്ഷേ വിളിച്ചിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല. ഫോണ് സ്വിച്ച് ഓഫാണ്. ഒരു നിമിഷം ഞെട്ടിപ്പോയി. നേരെ അതാ ഉമ്മ മോനെ വിളിച്ചു. ഷെഫി ഉസ്താദിനല്ല, സീനത്തിൻ്റെ ഉമ്മ, സീനത്തിൻ്റെ ആങ്ങൾക്ക്. മോനെ, എടാ സീനത്തിനെ കാണുന്നില്ലടാ, എത്ര സമയമായിട്ടും. ഉമ്മ, എന്തിനാണ് നിങ്ങളോളെ പറഞ്ഞയച്ചത്? മോനെ, ഞാൻ പറഞ്ഞയച്ചതല്ല, അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. വല്ലാത്തൊരു ഇതായി പോയല്ലോ, എവിടെയെന്ന് വെച്ച് അപ്പോൾ തന്നെ അതാ അവളുടെ ആങ്ങള ഫ്രണ്ട്സുകളൊക്കെ വിളിച്ച് കാര്യം പറയുന്നേടാ, എൻ്റെ പെങ്ങൾ എവിടെ നിന്നോ ലേറ്റായി. നേരെ കോളേജിലേക്ക് അവർ പോയി നോക്കുന്നു. അന്ന് കോളേജിലേക്ക് എത്തിയിട്ട് തന്നെ ഇല്ലാതാണ് മിസ്സ് പറഞ്ഞത്. സത്യമായിട്ടും അവനക്ക് ബോധ്യമായി, അതാ മറ്റവൻ എൻ്റെ പെങ്ങളെ കൊണ്ടുപോയി. അല്ല, എന്തിനാ കുട്ടി ഈമ നഷ്ടപ്പെടുത്തുന്ന പണി എടുത്തത്? സത്യം പറഞ്ഞാൽ സീനത്തിൻ്റെ ആങ്ങള വിതുമ്പിക്കരഞ്ഞു പോയി. മോളെ സീനത്തെ, നിന്നെ ഞാൻ എങ്ങനെ നോക്കി തരുന്നെഴുതി. ഇക്കാക്ക് നിന്നെ മദ്രസയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയിരുന്നു, അതൊക്കെ നീ മറന്നില്ലേ? നിന്നുള്ള സ്നേഹം കൊണ്ടാണ് നിനക്ക് നല്ലൊരു ഭാവി ജീവിതം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ നീ. അപ്പോൾ തന്നെ ഉമ്മ ഫോണിലേക്ക് വിളിക്കുന്നു. മോനെ, എന്തായടാ? ഉമ്മ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. മോനെ, പോലീസിൽ പരാതി കൊടുക്കണ്ടേ? അപ്പോഴേക്കും ആ ഉപ്പയും അതാ സങ്കടപ്പെട്ടിരുന്നു. ഉപ്പാക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എൻ്റെ മോളെ എന്ന് വിളിച്ച് ആ ഉപ്പയും വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. അതെ ഇക്ക, നിങ്ങളിങ്ങനെ കരയില്ലേ എന്ന് പറഞ്ഞത് ഉമ്മ ബോധരഹിതയായി ആ കട്ടിലേക്ക് വീഴുകയായിരുന്നു. അതെ, പലരെയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടാണ് അവൾ അവൻ്റെ കൂടെ യാത്ര പോയത്. അതും ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്. സത്യം പറഞ്ഞാൽ ആരുടെയും കണ്ണുകൾ നിറയുന്ന ആ ഒരു വാർത്ത. പക്ഷേ ഷെഫി ഉസ്താദ് ഇതെങ്ങാനും അറിഞ്ഞാൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു പോകും. റബ്ബേ. എന്നാൽ ഈ സമയം അപ്പോൾ തന്നെ അതാ സീനത്തിൻ്റെ ആങ്ങള ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഉമ്മ. ആ മോനെ, എന്തായി മോനെ, എന്തെങ്കിലും വിവരം? ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. എന്തൊക്കെ തന്നെയായാലും ഓൾക്കൊന്നും പറ്റൊന്നുമില്ല. പക്ഷേ അവൻ വിതുമ്പുകയായിരുന്നു. ആ ഉമ്മയുടെ ഉമ്മ, എന്ത് ചെയ്യാൻ, വിധിയില്ല. എൻ്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ, നല്ലൊരു ജീവിതമായിരുന്നു അവൾക്ക് കിട്ടിയത്. അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവൾ പോയില്ല. പൊന്നു മോനെ എന്ന് പറഞ്ഞ് ആ ഉമ്മയും കരയുകയായിരുന്നു. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മ എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിപ്പോയി. പടച്ചോനെ, എൻ്റെ മോനാണല്ലേ വിളിക്കുന്നത്. അല്ലാ. ഉമ്മ തകർന്നു പോയി. റബ്ബേ, എൻ്റെ കുട്ടിത വിളിക്കണ റബ്ബേ. അല്ലാ. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. ഒരിക്കൽ പോലും സീനത്തിനെ കാണുവാനില്ലാത്ത വിവരം ഉമ്മ പറയാമെന്ന് വിചാരിച്ചില്ല. മോനെ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, എന്തു പറ്റി, ഭക്ഷണം കഴിച്ചോ? ആ മോനെ, എന്തുമ്മാൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു മാറ്റം? ഭക്ഷണം കഴിക്കട്ടോ നന്നായിട്ട്. ഒന്നുമില്ല. അല്ലുമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ? പിന്നെ എന്താ, ക്യാഷ് ഞാൻ കുറച്ച് അയച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ഉമ്മാക്കും അയച്ചിട്ടുണ്ട്, കുറച്ച് സീനത്തിനും അയച്ചിട്ടുണ്ട്. അവൾക്ക് അവളുടെ പഠനത്തിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ അറബി കുറച്ച് കൂടുതൽ ക്യാഷ് പ്രാവശ്യം തന്നിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മാക്കും ഉമ്മാൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ അയച്ചു. സീനത്തിനുള്ളത് അത് അയച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്താ, ഉമ്മയിൽ നിന്ന് അങ്ങനെ ആക്കണ്ടോ, 2 പേർക്കും 2 സെക്ഷനായിട്ട് ഒരുപോലെ അയച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കണം, അവളോടും പറയണം. അവളൊരു പക്ഷേ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പിന്നെ ഉമ്മ, ഏകളുടെ സമാധാനം എന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. അതാണ് ഒരു സമാധാനം ഉള്ളത്. അതുകൊണ്ട് തന്നെ സീനത്തിനോട് പ്രത്യേകമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കുമ്പോൾ കാണട്ടെ,
കുട്ടിക്ക് കുഞ്ഞ് വളരുകയാണ്, ആവശ്യമുള്ളതൊക്കെ കഴിക്കണം എന്നൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ അല്ലാ. എന്നാൽ ഷെഫി ഉസ്താദ് സീനത്തിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെയായിരുന്നു മെസ്സേജ് അയച്ചത്. ഹലോ പ്രിയപ്പെട്ട സീനു, ഇക്കാൻ്റെ കുട്ടിക്ക് സുഖല്ലേ? പിന്നെ ഞാനും നീയും ഒരു ഉമ്മയും ഉപ്പയും ആകാൻ പോവാന്നുള്ള ആ ഒരു വാർത്ത അറിഞ്ഞത് മുതലേ എനിക്ക് വേണേ വല്ലാത്ത സന്തോഷം കേട്ടോ. ഇവിടെ എനിക്ക് നിൽക്കാനേ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ നിന്നെ ഒന്ന് വന്ന് കെട്ടിപ്പിടിച്ച് നിൻ്റെ വയറിൽ ഒന്ന് ചുംബിക്കണം എന്നൊക്കെ തോന്നാണ് പെണ്ണെ. സത്യമായിട്ടും നമ്മളെ ഇടയിൽ വരാൻ പോകുന്ന ആ ഒരു കുഞ്ഞ് എന്താലേ പഠിച്ച റബ്ബ് എത്ര കാരുണ്യവാനാണ്. നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അള്ളാഹു ആ കുഞ്ഞിനെ നൽകിയതല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ സീനത്തെ എനിക്ക് അനിയനില്ല, ജ്യേഷ്ഠനില്ല, പെങ്ങന്മാരില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ വരവ് എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെ കിട്ടുന്ന പോലെയാണ്. ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ വേണേ. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അതിൽ. എന്തൊക്കെ തന്നെയാലും പഠിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞ് ദീർഘായുസ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതൽ അയച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തിനേക്കാളും. കാരണം നിനക്ക് തന്നെ ഇനി പല ആവശ്യങ്ങളുമല്ലേ വേണേ. നിനക്ക് കുഞ്ഞിൻ്റെ ആരോഗ്യം, നിൻ്റെ ആരോഗ്യം അതൊക്കെ നോക്കണം. അതിനാവശ്യമായ പോഷകാഹാരങ്ങൾ കഴിക്കണം, ഫ്രൂട്ട്സ് നല്ലോണം വാങ്ങി കഴിക്കണം. പിന്നെ എന്തൊക്കെയോ നല്ല പ്രോട്ടീനും നല്ല കാൽസ്യം ഒക്കെ ഉള്ള നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയിട്ട് കഴിക്കണം കേട്ടോ. പിന്നെ ക്യാഷ്നട്ട്, ബദാം, പിസ്ത, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് കൊടുത്തു വിടുന്നുണ്ട്. അതൊക്കെ നീ നല്ലോണം. പിന്നെ കുങ്കുമപ്പൂ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അതിന് എത്ര വിലയാണെന്ന് അറിയാം പെണ്ണെ. പക്ഷേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീയും കുഞ്ഞും നല്ല സൗന്ദര്യവാന്മാരാവാൻ വേണ്ടിയിട്ട് ഞാൻ കുങ്കുമപ്പൂ അല്പം കൂടുതലുണ്ട്. അറബി തന്നതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ വാങ്ങുകയും ചെയ്തു. അത് നീ പാലിലിട്ടിട്ട് കുടിക്കണം കേട്ടോ. നല്ല രസമായിരിക്കും ഇടി. ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉസ്താദ് ഒരിക്കൽ തന്നിത്, ഞാനും ഉമ്മയും കൂടി കുടിച്ചിരുന്നു. അത് നീ എന്തായാലും അത് പാലിലിട്ടിട്ട് രാത്രി കുടിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ ഫോൺ വിളിച്ചാൽ നീ എടുക്കില്ല എനിക്കറിയാം. കാരണം നീ പഠിത്തത്തിലൊക്കെ ആയിരിക്കും, നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കണമില്ല. അതുകൊണ്ട് ഇക്കാൻ്റെ കുട്ടി പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ കേട്ടോ. ക്യാഷ് നല്ലോണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലവാക്കണ്ട, ഒരുപാട് കോസ്മെറ്റിക്സും സാധനങ്ങൾക്കും അല്ല കേട്ടോ. ഇത് നിനക്ക് കുഞ്ഞിനുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ക്യാഷ് ഉമ്മാക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആവശ്യങ്ങൾക്ക് മുഴുവുള്ളത് ഇതിലുണ്ടാവും കേട്ടോ. ഓക്കെ, എന്നാൽ ശരി മുത്തേ, അസ്സലാമു അലൈക്കും. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു നീണ്ട മെസ്സേജ് അത് ഒരു പക്ഷേ അവൾ കണ്ടിട്ടുണ്ടാകുമോ അറിയില്ല. സത്യം പറഞ്ഞാൽ ഉമ്മ അതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഉമ്മ എന്താ ഉമ്മ ഒന്നും മിണ്ടാത്തത്? ഉമ്മ ഇനി എത്ര മാസം വേണ്ടി വരും നമ്മുടെ കുഞ്ഞു വരാൻ? എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ ഒരു തുടക്കമല്ലടാ. അതൊക്കെ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടപ്പോൾ എന്തോ ഉമ്മ അങ്ങനെ? ഉമ്മ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയാണമ്മ എനിക്കൊരു കുഞ്ഞ് എന്നുള്ളത്. സത്യമായിട്ടും എനിക്ക് ഏട്ടനും അനിയനും ഒന്നുമില്ലല്ലോ. അതുകൊണ്ടല്ലോ ഉമ്മ ഞാൻ മോനെ അള്ളാഹു സുബ്ഹാനഹു നീ ദുആ ചെയ്യേ, ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും കേട്ടോ. ഉമ്മ ഒന്നും പറഞ്ഞില്ല അവനോട്. എന്നാൽ ഷെഫി ഉസ്താദ് ഈ സമയം വളരെയധികം സന്തോഷത്തിലായിരുന്നു. അന്നും ഷെഫി ഉസ്താദ് ക്ലാസ് എടുക്കുവാൻ വേണ്ടി അതാ അറബിക് പെണ്ണിൻ്റെ അരികിലേക്ക് എത്തുന്നു. സഹർ ബത്തൂൽ, നമുക്കിന്ന് സൂറത്തു റഹ്മാൻ എടുത്ത് അതിലുള്ള കാര്യങ്ങളെല്ലാം പറയാം. എന്താ ഉസ്താദേ? അത് വളരെയധികം സന്തോഷകരമായ ഒരു സൂറത്താണല്ലോ അല്ലേ? സ്വർഗത്തിലുള്ള ഒരുപാട് പഴങ്ങളെക്കുറിച്ചും നമ്മുടെ ഭൂമിയിലുള്ളതിനെക്കുറിച്ചും അങ്ങനെ പലതും പല അനുഗ്രഹങ്ങളെക്കുറിച്ചുമല്ലേ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഷെഫി ഉസ്താദിന് നല്ല സന്തോഷമുള്ള ദിവസമാണല്ലേ? അതെ, ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അവൾക്ക് പാലിൽ അരച്ചു കുടിക്കാൻ ബദാമും ക്യാഷ്നട്ടും അതുപോലെ കുങ്കുമപ്പൂവും പിസ്തയും അങ്ങനെ പല ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും അയച്ചു. അതുമാത്രമല്ല, അവൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ക്യാഷും അയച്ചു. അതെ, അതൊക്കെ സന്തോഷമാണ്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അല്ലാഹ്. സഹർ ബത്തൂൽ പെണ്ണെ, അതെ ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. ഓ, അപ്പം ഇന്ന് കൂടുതൽ സമയം ക്ലാസ് കേൾക്കാനല്ലേ? അതെ, നിനക്കിന്ന് കൂടുതൽ സമയം ക്ലാസ് കേൾക്കാം. ഉസ്താദ് എടുത്തു തരും നിനക്ക് ക്ലാസ് കേട്ടോ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഉസ്താദിനോട് കുട്ടിക്ക് ചോദിക്കാം കേട്ടോ. ഉസ്താദേ, ഒരുപാട് താങ്ക്സ്. എന്ന് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കൊതിയായി പോകും. ഞാനത് വീണ്ടും വീണ്ടും ഓർക്കും. ഉസ്താദേ, ഇന്ന് ഒരുപാട് സമയം എനിക്ക് ക്ലാസ് എടുക്കണം. അങ്ങയുടെ ശബ്ദം എനിക്ക് എന്തൊക്കെയോ ഊർജം വരുന്ന പോലെ എനിക്ക് തോന്നും.
ഉസ്താദേ സത്യമായിട്ടും സഹർ ബത്തൂൽ എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? അതെ ഉസ്താദേ, സത്യമായിട്ടും നിങ്ങളെ ക്ലാസ്സില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഉസ്താദേ. അവൾ കരയുകയായിരുന്നു. ഹേയ് ബത്തൂൽ, എന്താ കുട്ടി നീ ഇങ്ങനെ കരയുന്നത്? കരയാൻ പാടില്ലല്ലോ. ഹേയ് കരയരുത്, വാ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തൻ്റെ ഭാര്യ ആ ഒരു കണക്കൻ ചെക്കൻ്റെ കൂടെ പോയ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പാവമാണ് അദ്ദേഹം, ഒന്നും അറിഞ്ഞില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.